നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കൊളംബോയിൽ SSC ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് ഇന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യയുടെ മുന്നിലെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. അതായത് എത്രയും പെട്ടെന്ന് ശ്രീലങ്കയുടെ അവശേഷിക്കുന്ന 4 വിക്കറ്റുകൾ കൂടി പിഴുതെടുക്കുക, അവർ വെച്ച് നീട്ടുന്ന ചെറിയ വിജയലക്ഷ്യം അനായാസം മറികടക്കുക, പരമ്പര തൂത്തുവാരുക, വൈറ്റ് വാഷ് ചെയ്യുക, WTCയിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. പക്ഷേ ദിനിഷക്കും നുവാന്തക്കും വ്യത്യസ്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. എന്തൊരു കളിയാണ് ദിനുഷ പുറത്തെടുത്തത്. ഒപ്പം നുവാന്തയും കൂട്ടുചേർന്നപ്പോൾ ആദ്യ സെഷൻ വിക്കറ്റ്ലെസ് ആയിപ്പോയി. നമ്മുടെ ബൗളർമാർ പരമാവധി ശ്രമിച്ചു, പക്ഷേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം മോസ്റ്റ് ഓഫ് ദി ഡേ നമ്മുടെ പയ്യന്മാർ സർഫ്രാസ് ഖാനും ഋഷഭ് പന്തും യശസ്വി ജയ്സ്വാളും ഇങ്ങനെ ചെർപ്പിംഗ് ആയിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരെ ട്രാപ്പിലാക്കാനൊക്കെ നോക്കി. പക്ഷെ ദിനുഷ വീഴാൻ തയ്യാറായിരുന്നില്ല. അയാൾ വല്ലാത്തൊരു കോൺസെൻട്രേഷനോടെ, വല്ലാത്തൊരു ഡിറ്റർമിനേഷനോടെ ബാറ്റ് ചെയ്തു. 400 മുകളിൽ റൺസ് അടിച്ചു ഈ 2 ടെസ്റ്റുകളിലായിട്ടെന്ന കാര്യം ഓർക്കണം. 2 ഇന്നിങ്സിലും ഒരു ഫോളോ ഓൺ ചെയ്ത ടീം, ആ ടീമിന് വേണ്ടി 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടുക അത്യപൂർവമായ നേട്ടം. അങ്ങനെ നേടുന്ന 3ാമത്തെ ആളായിട്ട് അയാൾ മാറി. ദിനിഷയുടെ ബാറ്റിംഗ് കാണുമ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറേ കാത്തിരിപ്പിന് ശേഷം ശ്രീലങ്കയ്ക്ക് ഒരു ടോപ്പ് ക്ലാസ്, വേൾഡ് ക്ലാസ് ടെസ്റ്റ് ബാറ്റർ ലഭിക്കുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടായത്. ഈ ടെസ്റ്റ് പരമ്പരയിൽ ഉടനീളമായിട്ട് 700 മുകളിൽ പന്തുകൾ അയാൾ നേരിട്ടു. വേണ്ട, ഈ 2ാം ടെസ്റ്റിൽ മാത്രം 400 മുകളിൽ പന്തുകൾ 2 ഇന്നിങ്സുകളിലുമായിട്ട് അയാൾ നേരിട്ടിട്ടുണ്ട്. അയാളുടെ ഡിറ്റർമിനേഷന് കൈയടിച്ചേ പറ്റൂ. പക്ഷേ അതോടൊപ്പം നമ്മൾ പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണെന്നറിയോ, ഇന്ത്യൻ ബൗളിംഗ് എങ്ങനെയായിരുന്നു? നമ്മൾ കുൽദീപിനെ മിസ് ചെയ്തോ? അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. നല്ല വർക്കിലൂടെ എല്ലാവരും 40 ഓവറിന് അടുത്ത് നമ്മുടെ സ്പിന്നർമാരൊക്കെ പന്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പിച്ചിൽ ഒരു തരത്തിലും ബൗളിങ്ങിന് ഒരു അസിസ്റ്റൻസും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള പിച്ചുകളിൽ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ല വേണ്ടത്, ട്രൈ ടു മേക്ക് തിങ്സ് ഹാപ്പൻ. അതിനുള്ളൊരു ശ്രമം ഇന്ത്യൻ ബൗളർമാരിൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറുഭാഗത്ത് ദിനുഷയാണെങ്കിൽ വെൽ ഡിറ്റർമൻഡ് ആയിരുന്നു. അയാൾ കൃത്യമായിട്ട് ബാക്ക് ഫുട്ടിൽ നേരിട്ടുകൊണ്ടേയിരുന്നു പന്തുകളെ. അതോടൊപ്പം തന്നെ അയാൾ സ്വീപ്പ് ചെയ്തു. ഒരു സ്ലോ പിച്ചിൽ എങ്ങനെ ബാറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ക്ലാസിക് എക്സാമ്പിളായിരുന്നു അയാളുടെ ബാറ്റിങ്. അനാവശ്യമായിട്ട് ഏരിയൽ റൂട്ടിലേക്ക് അയാൾ പോയില്ല. അങ്ങനെ അയാൾ അവിടെ നിന്നു. ഒപ്പം നുവാന്തയും ഒരു വല്ലാത്ത സപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ആദ്യ സെഷൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊട്ടിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പൊട്ടിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഈ വല്ലാത്തൊരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിൽ തീർച്ചയായിട്ടും നമ്മൾ നുവാന്തയെ എടുത്തു പറയണം. 150 പന്തുകൾ നേരിട്ടാണ് 46 റൺസ് അടിച്ചത്. അപ്പം മനോജ് സുതാർ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു 2ാമത്തെ സെഷനിൽ. തൊട്ടു പിന്നാലെ പ്രഭാത് ജയസൂര്യയെ കൂടി പറഞ്ഞു വിടുമ്പോൾ നമ്മളൊരു പ്രതീക്ഷ വെക്കുകയാണ് അവിടെ. ബട്ട് ലാഹിരു കുബാര മറ്റൊരാൾ വല്ലാത്ത രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നു. 90 പന്തിൽ നിന്ന് 12 റൺസ് കഴിച്ചു. നമ്മുടെ പ്രതീക്ഷകൾ അവിടെ കഴിഞ്ഞു. ദിനുഷ 264 പന്തിൽ നിന്നാണ് 133 റൺസ് അടിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആകെ എടുക്കാൻ പറ്റിയത് 3 വിക്കറ്റുകളാണ്. ഒന്ന് നോക്കണം നിങ്ങൾ. ഒരു ടെസ്റ്റ് വിജയിക്കണമെങ്കിൽ ശരി, എന്തൊക്കെ പറഞ്ഞാലും പിച്ച് ബൗളിങ്ങിന് അനുകൂലമല്ല എന്നൊക്കെ പറഞ്ഞാലും അവിടെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിജയിക്കുക. അപ്പോൾ ടീം ഇന്ത്യക്ക് പാളിപ്പോയത് എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെയാണ്. ഒന്നാമത് കുൽദീപിനെ മിസ് ചെയ്തെന്നുള്ളൊരു ചോദ്യമുണ്ട്. 2ാമത് പ്രറ്റി ഓർഡിനറി ആയിട്ടുള്ള ബൗളിങ്. ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ബൗളിംഗ് നിരക്ക്. 3ാമതോ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാത്തൊരു ക്യാപ്റ്റൻ പലപ്പോഴും ഈ ടെസ്റ്റ് സീരീസിൽ തൻ്റെ ടാക്ടിക്കൽ വൈഭവം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്രറ്റി ഓർഡിനറി ആയിരുന്നു. ഔട്ട് ഓഫ് ദി ബോക്സ് അദ്ദേഹം ചിന്തിച്ചില്ല. ആ ഒരു സെഷനിലൊക്കെ വിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ പിന്നെ വേണമെങ്കിൽ പാർട്ട് ടൈമേഴ്സിനൊക്കെ ഉപയോഗപ്പെടുത്തണമായിരുന്നു. അതിലേക്ക് വന്നപ്പോഴേക്കും, അതായത് സംതിങ് ഡിഫറെൻറ്റ് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യാൻ നിന്നപ്പോഴേക്കും കളി പൂർണ്ണമായിട്ടും കൈവിട്ട് പോയി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക വല്ലാത്ത രൂപത്തിൽ ടീം ഇന്ത്യക്ക് പണി തന്നു. ഇന്ത്യക്ക് പിഴച്ചത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. പ്രറ്റി ഓർഡിനറി ബൗളിങ്, അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാത്ത ക്യാപ്റ്റൻ, അവരുടെ ചെറുത്ത് നിൽപ്പിൻ്റെ ഘട്ടത്തിൽ ക്ലൂലെസ്സായി പോകുന്ന ബൗളിങ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ കളി സമനിലയിൽ കുരുങ്ങിയത്. തോറ്റിട്ടില്ല, പക്ഷേ പരാജയത്തോളം നിരാശയുണ്ടാക്കുന്ന ഒരു കളിയായിപ്പോയി. കാരണം എന്താണെന്നറിയോ, 4 ദിവസവും നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഒരു കളി 5ാം ദിവസം ഇങ്ങനെ ജയിക്കാതെ മടങ്ങുമ്പോൾ
നമുക്കത് പരാജയത്തോളം പോകുന്ന ഒരു റിസൾട്ടാണ്. ശ്രീലങ്കക്കോ അവർ വിജയിച്ചിട്ടില്ലെങ്കിലും വിജയത്തോളം പോകുന്നൊരു റിസൾട്ട് തന്നെയാണ്. ലങ്ക തന്നത് മുട്ടം പണിയാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ എന്ത് വേണം? WTCയിൽ നമ്മൾ 50-51 PCT ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ 7 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് ഈ WTC സീരീസിൽ ബാക്കിയുള്ളത്, ഈ സൈക്കിളിൽ ബാക്കിയുള്ളത്. 2 ന്യൂസിലാൻഡിനെതിരെ എവേ മത്സരങ്ങളാണ്, 5 ഓസ്ട്രേലിയക്കെതിരെയാണ്. അത് ഹോം മത്സരമാണ്, എന്നാൽ പോലും ഓസ്ട്രേലിയക്കെതിരെയാണ്. അതിൽ നമ്മൾ ജയിക്കണം. മിനിമം ഈ 7 5 ജയിക്കണം. ഒരു സബദില്ല. സോ മാർജിൻ ഓഫ് എറർ വളരെ കുറവായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും? ഇപ്പോൾ ഈ സമനിലയോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ശരിയാണ്, നമ്മളിപ്പോൾ ഈ സീരീസ് ജയിച്ചിട്ടുണ്ട്. വൈറ്റ് വാഷ് അല്ലെങ്കിലും സീരീസ് നമ്മൾ ജയിച്ചിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ആയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ PCT ഡ്രോപ്പ് ചെയ്ത് 51.52 എന്ന ഒരു രൂപത്തിലേക്ക് മാറി. ഇപ്പോഴും നമ്മൾ WTC ടേബിളിൽ 5ാം സ്ഥാനത്ത് തന്നെയാണ്. ഇനി 7 ടെസ്റ്റ് ബാക്കിയുണ്ട്, അതിൽ 5 ജയിക്കുക, 1 സമനില, അങ്ങനെ പോകണം. അങ്ങനെ പോയാലോ? അങ്ങനെ പോയാൽ നമ്മൾ അറൗണ്ട് 60% PCTയിലേക്ക് അപ്പോഴും എത്തുന്നുള്ളൂ. ആ 60% PCT കൊണ്ട് WTCയുടെ ഫൈനൽ എത്താൻ പറ്റും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല എന്ന കാര്യം കൂടി നോക്കണം. കാരണം അങ്ങനെ നമ്മൾ ഫൈനലിലേക്ക് എത്തണമെങ്കിൽ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ് ടീമുകളുടെ പെർഫോമൻസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്തുക. ചുരുക്കി പറഞ്ഞാൽ ഈ സമനില ഇവിടെ വൈറ്റ് വാഷ് ചെയ്യാൻ കഴിയാതെ പോയത് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചടിയാണ്. നമ്മുടെ സാധ്യതകളൊന്ന് മങ്ങുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. WTC ടേബിളിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ 80 PCTയുമായിട്ട് 1ാമത്, സൗത്ത് ആഫ്രിക്ക 75 PCTയുമായിട്ട് 2ാമത്, ന്യൂസിലാൻഡ് 72.22 PCTയുമായി 3ാമത്. ഇവർ തീർച്ചയായിട്ടും ഫൈനലിലായിട്ടുള്ള കടുത്ത പോരാട്ടം നടത്തും. 4ാമത് ബംഗ്ലാദേശ് 55.56 PCT. 5ാമതാണ് നമ്മുടെ ടീമുള്ളത് 51.52 PCT. 6ാമത് ശ്രീലങ്ക 33.33 PCT. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ PCT നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനിയുള്ള നമ്മുടെ മത്സരങ്ങൾ 2 അവേ മത്സരങ്ങൾ ന്യൂസിലാൻഡിനെതിരെ, ന്യൂസിലാൻഡ് പോയിട്ട് ടെസ്റ്റ് പരമ്പര ജയിച്ചു വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ BGT ആണ്. BGTയിൽ നമുക്ക് ഓസ്ട്രേലിയക്കെതിരെ 5 മത്സരങ്ങളുണ്ട്. പക്ഷെ അത് നമ്മുടെ ഹോമിലാണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് മറക്കേണ്ട. അപ്പം എങ്ങനെ വന്നാലും അത് തൂത്തുവാരാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. 4 ജയിക്കാൻ പറ്റും, 4 ജയിക്കണം. അപ്പോൾ പിന്നെ ന്യൂസിലാൻഡിനെതിരെ അവിടെ പോയിട്ട് 2 ജയിക്കണം. അത് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ PCT അറൗണ്ട് 60 അല്ലെങ്കിൽ 60ക്ക് മുകളിൽ എന്നൊക്കെ രൂപത്തിൽ നിൽക്കും. അതുകൊണ്ട് മാത്രമായിട്ട് നമ്മൾ ഫൈനലിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പും പറയാൻ പറ്റില്ല. അതാണ് ശ്രീലങ്ക നമുക്ക് തന്നിട്ടുള്ള മുട്ടൻ പണി. ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമുക്ക് പറയാം, ജസ്പ്രീത് ബുംറ ഇല്ലാതെ നമ്മുടെ ഫസ്റ്റ് ടീമിൽ കളിക്കേണ്ട പലരുമില്ലാതെ എന്ന് പറഞ്ഞാൽ വാഷിംഗ്ടൺ സുന്ദറൊക്കെ ഫിറ്റാണെങ്കിൽ എന്തായാലും ടെസ്റ്റ് ടീമിൻ്റെ അഭിവാജ്യ ഘടകമായിട്ട് ഉണ്ടാകുന്നുള്ളത് നമുക്കറിയാം. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ഓൾറൗണ്ടറായിട്ട് ഇപ്പോൾ പലപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ എന്നുള്ള രൂപത്തിൽ, സിം ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരില്ലാതെയാണ് നമ്മൾ കളിച്ചതെന്നൊക്കെ ആശ്വാസം കൊള്ളാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ കളി നമ്മൾ ജയിക്കണമായിരുന്നു, പരമ്പര തൂത്തുവാരണമായിരുന്നു. അത് കഴിയാതെ പോയ തിരിച്ചടി തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.